ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മളിന്ന് പിക്സൽ ടാപ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ചെയ്യാതിരുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഇന്നലത്തെ വീഡിയോ നമ്മൾ ഈ സൂൺ എങ്ങനെ കംപ്ലീറ്റ് ആക്കാം, അതുപോലെ തന്നെ ബാലൻസ് ആണോ ഡെയിലി ഇൻകം ആണോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ പലർക്കും 99% ആൾക്കാർക്കും ഇതിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അറിയില്ല. അത് ഞാൻ ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മുഴുവനായിട്ടും കാണാൻ നിങ്ങളുടെ ഈ ഒരു ഫീച്ചർ അറിയാത്ത എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തിച്ചേരും. അതുപോലെ തന്നെ റെഗുലർ അപ്ഡേറ്റ്സിന് വേണ്ടി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആദ്യം അവിടെയാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം വീഡിയോസ് ആയിട്ട് ഇടുള്ളൂ. പിക്സൽവേഴ്സിൻ്റെ എയർ ഡ്രോപ്പ് മൈൻ ചെയ്യുന്ന 99% ആൾക്കാർ വിചാരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് ബാലൻസിനും അതുപോലെ തന്നെ ഡെയിലി ഇൻകത്തിനുമാണ് എന്നാണ്. അതുതന്നെയാണ്. പക്ഷേ ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ മെയിൻ വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ നമ്മുടെ പിക്സൽ ടാപ്പ് എങ്ങനെ മൈൻ ചെയ്യുന്നുള്ള ഫസ്റ്റത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതാരും ശ്രദ്ധിച്ചില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഇൻകത്തിനേക്കാളും അതുപോലെ തന്നെ ബാലൻസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മളുടെ പിക്സൽവേഴ്സിലുണ്ട്. ഈ ഒരു പിക്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങളുടെ ബാലൻസിനേക്കാളും ഡെയിലി ഇൻകത്തിനേക്കാളും ഈ ഒരു പിക്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്ക് ഡാഷ്ബോർഡിലാണ് കിട്ടുക. ഇതുവരെ നിങ്ങൾ ഡാഷ്ബോർഡ് അക്കൗണ്ട് എടുക്കാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെ അക്കൗണ്ട് എടുക്കാമെന്ന് ഞാൻ മെയിൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. പിക്സൽവേഴ്സിൻ്റെ ബോട്ടിൽ നിന്ന് ഡാഷ്ബോർഡ് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആവാത്ത ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്ത് കാണിച്ചിരുന്നത്. ഇതിന് ശേഷം എങ്ങനെ നമ്മുടെ ബോട്ടുമായിട്ട് ഈ വെബ്സൈറ്റ് കണക്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി കാണിച്ച കാര്യമാണെങ്കിലും ചെയ്യാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി കാണിച്ചു തരാണ്. മിസ്സാക്കരുത്. ഈ ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിക്സൽവേഴ്സിൽ. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗോ ടു രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ബട്ടണുള്ള ഒരു പേജിലേക്ക് വരും. ഗോ ടു രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളൊരു മെയിൽ ഐ ഡി കൊടുക്കുക. മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം ഐ അഗ്രി വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുക. ഗൂഗിൾ വെച്ച് ചെയ്യരുത്, മെയിൽ ഐ ഡി വെച്ച് തന്നെ ചെയ്യുക. ഓക്കെ, സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും, നിങ്ങളുടെ ഈ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് തന്നെ വരും. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്പാം ഫോൾഡറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിലേക്ക് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്കാണ് വരിക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടാസ്കുകൾ കുറേ കംപ്ലീറ്റ് ചെയ്യാണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അത് തന്നെ എന്ത് ചെയ്യുക, വാലറ്റ് കണക്ട് ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കാം. ഇവിടെ ഏറ്റവും മേലെ നിങ്ങൾക്ക് ഒരു വാലറ്റിൻ്റെ ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് OKX ഉണ്ട്, വൈബിറ്റ് ഉണ്ട്, മെറ്റാമാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ വാലറ്റ് കണക്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് വാലറ്റ് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ട്രസ്റ്റ് വാലറ്റോ ഏതെങ്കിലും ഒരു വാലറ്റ് കണക്ട് ചെയ്യാം. EVM വാലറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. EVM നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാലറ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ഏത് വേണമെങ്കിലും. ഓക്കെ, വൈബിറ്റ് ആണ് വൈബിറ്റ്. ഞാനിപ്പോൾ മെറ്റാമാസ്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാമാസ്ക് കണക്ട് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം നമ്മുടെ വൈബിറ്റിലേക്ക് ഇത് 100% ലിസ്റ്റ് ആവും എന്നുള്ള കാര്യം ഓൾറെഡി ഉറപ്പാണ്. ഇനി എന്തെങ്കിലും ഭാവിയിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ വൈബിൻ്റെ വാലറ്റിലേക്ക് നമുക്ക് ഈ പിക്സ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നെറ്റ്വർക്ക് ഫീ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ട്രാൻസ്ഫർ ചെയ്യാം. ചെറിയ ഫീ ആയിരിക്കും എങ്കിൽ കൂടി ഏറ്റവും നല്ല ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലേക്ക് സെൻഡ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു മെറ്റാമാസ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൊണ്ട് മെറ്റാമാസ്ക് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, മെറ്റാമാസ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. 18 വയസ്സാണെന്നൊന്നുമില്ല. എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യുക. വെരിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ബൈബിറ്റ് എടുക്കാൻ പറ്റാത്തവരൊക്കെ മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. ഏത് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ആയാലും നമുക്ക് മെറ്റാമാസ്ക് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്താൽ മതി. മെറ്റാമാസ്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ കാണിക്കാം. ജസ്റ്റ് മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ക്രോം വേണം മെറ്റാമാസ്ക് വേണം ചോദിക്കും. ഞാൻ ജസ്റ്റ് മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് പിക്സൽവേഴ്സിൻ്റെ ബോട്ടിനകത്ത് ഓപ്പൺ ആക്കരുത്. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ കണക്ഷൻ വർക്ക് ആവില്ല. നിങ്ങൾ ഒരു ബ്രൗസറിൽ ക്രോമോ ഫയർഫോക്സോ ഏതെങ്കിലും ഒരു ബ്രൗസറിനകത്ത് വേണം ചെയ്യാൻ. ഓക്കെ, ഞാൻ ഇവിടെ മെറ്റാമാസ്ക് ഓപ്പൺ ആക്കുകയാണ്. മെറ്റാമാസ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വരിക. നമ്മളുടെ നേരത്തെ ലോഗിൻ ചെയ്യാൻ വന്ന സ്ഥലം ഉണ്ടല്ലോ, അത് നമ്മളുടെ മെറ്റാമാസ്കിനകത്ത് വരും. ഓക്കെ, മെറ്റാമാസ്കിനകത്ത് ബ്രൗസർ ഉണ്ട്, ഇൻറ്റഗ്രേറ്റഡ് ബ്രൗസർ ഉണ്ട്. ആ ബ്രൗസറിനകത്ത് നമുക്ക് ഈ പിക്സൽവേഴ്സിൻ്റെ സൈറ്റ് ഓപ്പൺ ആവും. ഗോ ടു രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത സെയിം മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മളുടെ എന്താവും, പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി വാലറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യണമെന്ന് ചോദിക്കും. ജസ്റ്റ് കണക്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അടുത്ത ഓപ്ഷൻ വരിക, സൈൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ സൈൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ വാലറ്റോടെ കണക്റ്റ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടോ, എൻ്റെ മെറ്റാമാസ്ക് അഡ്രസ്സ് ഇവിടെ വാലറ്റിൽ കണക്റ്റ് ആയി. നിങ്ങൾക്ക് ഇനി വാലറ്റ് മാറ്റണമെങ്കിൽ പ്രശ്നമില്ല. ഡിസ്കണക്ട് അടിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈബിറ്റ് ആക്കണമെങ്കിൽ വൈബിറ്റ് ആക്കാൻ പറ്റും. വാലറ്റ് കണക്ഷൻ അപ്പോൾ സക്സസ് ആയി. ഇത്രയേ ഉള്ളൂ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു മെറ്റാമാസ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മസ്റ്റായിട്ടും കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെറ്റാമാസ്കിന് ക്ലോസ് ചെയ്യാൻ ഈ ബ്രൗസറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാലറ്റ് ചിലപ്പോൾ ലോഡായിട്ട് ഉണ്ടാവില്ല. ഒരു 1 hour അല്ലെങ്കിൽ 1 day ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സൈറ്റിൽ ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വാലറ്റ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ചിലപ്പോൾ കണക്ട് ചെയ്യാൻ കാണിക്കും. കണ്ടോ, അത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സെറ്റ് ആവും. ഇവരുടെ എല്ലാം ഭയങ്കര സ്ലോ ആയിട്ടാണ് വെരിഫൈ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 200 പിക്സ് ആ വാലറ്റ് കണക്ട് ചെയ്യുന്നതിനുള്ള റിവാർഡായിട്ടും കിട്ടും. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഓപ്ഷനാണ് പെറ്റ്സ്. നിങ്ങൾക്ക് പെറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര പെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ കാണാം. പിക്സൽവേഴ്സിൻ്റെ ബോട്ടും പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡും ഡിഫറൻ്റ് ആണ്. നിങ്ങളിൽ അവിടെയുള്ള ബോട്ടൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഡാഷ്ബോർഡിൽ വേറെ ബോട്ടുകൾ നമ്മൾ മേടിക്കാൻ തന്നെ വേണം. ഓക്കെ, അപ്പോൾ രണ്ടും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ, ഓരോ ദിവസവും നമ്മളുടെ പെറ്റിനെ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്ക്രാച്ച് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ സ്ട്രീക്ക് നോക്കിയാൽ 3 ആണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. എൻ്റെ ഇപ്പോൾ ഡെയിലി സ്ട്രീക്ക് 3 ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്നും ഇതുപോലെ ഫീഡും അതുപോലെ തന്നെ സ്ക്രാച്ചൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ സ്ക്രാച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 150
150 പിക്സ് അതിന് റിവാർഡായിട്ട് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ സ്ട്രീക്ക് 4 മാറുകയും ചെയ്യും. ഇനി 11 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ഡേ 5 കൊടുക്കുക. അപ്പോൾ എനിക്ക് 150 പിക്സ് റിവാർഡായിട്ട് കിട്ടും. അങ്ങനെ ഓരോ ദിവസം നിങ്ങൾ പോകുന്നതോടെ നിങ്ങൾക്ക് പിക്സിൻ്റെ റിവാർഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ പിക്സ് ഇവിടെ കയറും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ലെവലപ്പാവും. ഞാനിപ്പോൾ 25 ലെവലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെയുള്ള ഓപ്ഷനാണ് റെഫർ ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതൊന്നും പിക്സിൻ്റെ റിവാർഡ് കിട്ടുന്നതാണ്. അടുത്ത ഓപ്ഷൻ ടാസ്ക്കാണ്. ടാസ്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ടാസ്കുകളുണ്ട്. സൊസൈറ്റി ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആകും. പക്ഷേ ഇൻഡിവിജ്വൽ നമ്മൾ ഓരോന്നായി കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ വേണം. കഴിഞ്ഞ പ്രാവശ്യം ബൈബിറ്റിൻ്റെ ടാസ്ക് വന്നപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തവർക്ക് 3000 കിട്ടിയിട്ടുണ്ടാവും. ടെലഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് 3000 കിട്ടിയിട്ടുണ്ടാവും. പുതിയ യൂസേഴ്സിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ടാസ്ക് എൻഡായി കഴിഞ്ഞു. അതല്ലാതെ ടാസ്കുകൾ കുറേ എണ്ണുണ്ട്. നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ, നമ്മുടെ പിക്സൽവേഴ്സിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്ത് അതിൽ ഫൈറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അവരുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അവരുടെ യൂട്യൂബ് വീഡിയോ പോയിട്ട് ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് വരെ അപ്ലോഡ് ചെയ്യാൻ പറയും. അത് കറക്റ്റായിട്ട് ചെയ്യണം. ഇങ്ങനെ കുറേ ടാസ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ട്വിറ്ററിൻ്റെ ഒന്നുണ്ട്. ട്വിറ്ററിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗോ ടു എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഗോ ടു അടിച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്ക് വരിക. ഇതൊരു 5-6 ദിവസം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ചിലപ്പോൾ വീക്കുകൾ തന്നെ, ഒരാഴ്ചകൾ തന്നെ എടുത്തേക്കാം, കാരണം ഇവരുടെ പ്രോസസ്സ് അത്രയും സ്ലോ ആണ്. അടുത്ത ടാസ്ക് നോക്കുകയാണെങ്കിൽ ട്രസ്റ്റ് വാലറ്റിനെ ഫോളോ ചെയ്യാനാണ് എക്സിൽ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോ ടു അടിക്കുക. ഗോ ടു അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിൽ വരും, അതായത് ട്വിറ്ററിലേക്ക് വരും. ട്വിറ്ററിൽ നിന്ന് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു 2-3 ആഴ്ചയിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിക്കോളും. വളരെ സ്ലോ ആണ് എന്ന കാര്യം മറക്കാതിരിക്കുക. അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും OKXൻ്റെ ഗിവ് അവേയിൽ പങ്കെടുക്കാനാണ്. OKXൻ്റെ Web3 വാലറ്റ് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കുക. ഗാലക്സിയിലെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം ഈ ഒരു വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. ടാസ്കുകൾ നമ്മളുടെ പിക്സൽവേഴ്സിൻ്റെ ബോട്ടിലേതും അതുപോലെ തന്നെ പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡിലേതും, അങ്ങനെ രണ്ടിലേതും ഫുൾ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വാലറ്റിൻ്റെ പോസ്റ്റ് ലൈക്ക് ചെയ്യാനാണ്. അത് നിങ്ങൾ ജസ്റ്റ് പോവുക, എക്സിൽ പോവുക, ലൈക്ക് ചെയ്യുക, തിരിച്ചു വരിക. അപ്പോൾ ഒരു 2-3 ആഴ്ചയിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആകും. കറക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല, നല്ല ഡിലേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത കാണാം $50,000 ട്രസ്റ്റ് വാലറ്റിൻ്റെ ഗിവ് ജസ്റ്റ് റീപോസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ജസ്റ്റ് പോവുക, എക്സിലേക്ക് പോവുക, ഗോ ടു അടിക്കുക, ഇവിടെ റീപോസ്റ്റ് ചെയ്യുക. ഓക്കെ, റീപോസ്റ്റ് ചെയ്തു. അതിനുശേഷം ബാക്ക് വരിക. ഓക്കെ, ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 50% കംപ്ലീറ്റ് ആയത് കാണാം. ബാക്കി 50% ആ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആക്കുന്നതാണ്. ഓക്കെ, ചിലതിന് ഇവിടെ പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ചില ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു പിക്സ് കിട്ടുന്നതാണ്. ഓക്കെ, XP കിട്ടുന്നതാണ്. നമ്മുടെ Pix5 എന്ന് പറയുന്ന കോയിനാണ് നമ്മളുടെ ബൈബിറ്റിലൊക്കെ പ്രധാനമായിട്ട് ലിസ്റ്റ് ആവുക. അപ്പോൾ ഈ ഒരു കോയിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാക്സിമം പിക്സ് കളക്ട് ചെയ്ത് വെക്കാൻ നോക്കുക. അതിനോടൊപ്പം തന്നെ പിക്സൽവേഴ്സിൻ്റെ ടെലഗ്രാം ബോട്ടിലെ ടാസ്കുകൾ, ഡെയിലി റിവാർഡും അതുപോലെ തന്നെ ഡെയിലി കോംബോയും മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. അത് എന്നും നമ്മൾ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യും, എന്താണ് ഡെയിലി കോംബോ എന്നുള്ളത്. വേണ്ടവർക്ക് നമ്മൾ ടെലഗ്രാം ചാനലിൽ വന്നാൽ അത് എന്നും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡാഷ്ബോർഡിൽ പറയാനുള്ളത്. ഈ ഒരു ഡാഷ്ബോർഡിൽ അക്കൗണ്ട് ഇല്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുക, അതിനേശം ഈ ടാസ്കുകളൊക്കെ ചെയ്യുക. ഇനി ഇതെങ്ങനെ നമ്മളുടെ ബോട്ടിലേക്ക്, പിക്സൽവേഴ്സിൻ്റെ ബോട്ടിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. ഡാഷ്ബോർഡ് കണക്ട് ചെയ്യാനായിട്ട് പിക്സൽവേഴ്സിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്യുക. ഇതുവരെ നിങ്ങൾ ടെലഗ്രാം ബോട്ടിൽ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടുന്ന് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ യൂസർ നെയിം ഇവിടെ കാണാൻ പറ്റും. ആ യൂസർ നെയിം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗോ ടു ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ബട്ടൺ താഴെ കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ, നമുക്ക് ഗോ ടു രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പേജ് ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ OTP കൊടുക്കുക. ഞാൻ ഇപ്പോൾ മെയിൽ ഐ ഡി കൊടുത്തു, കൺഫേം അടിച്ചു, സൈൻ ഇൻ കൊടുത്തു. അപ്പോൾ നമുക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് വരും. അപ്പോൾ നമ്മളുടെ ബോട്ടും ഈ ഡാഷ്ബോർഡും കണക്റ്റായി. ഇനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ യൂസർ നെയിം ക്ലിക്ക് ചെയ്യുക, ഗോ ടു ഡാഷ്ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയിക്കോളും. ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്താൽ മതി. പിന്നീട് മറക്കാതെ എല്ലാ ദിവസവും നമ്മളെ പെറ്റിനെ ഫീഡ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ഡെയിലി സ്ട്രീക്ക് കൂടും, പിക്സ് പോയിൻറ്റ്സും കിട്ടും. അപ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രദ്ധിക്കുക, ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി ടാസ്കുകൾ കാര്യങ്ങൾ കുറേ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ റിവാർഡ്സ് പോയി കഴിഞ്ഞാൽ കുറേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ കിട്ടാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും, പിക്സൽവേഴ്സ് മൈൻ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് ഈ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.